അങ്ങനെ ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ബീഹാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിയ ജനവികാരം ആരെയാണ് സഹായിക്കുന്നത്, ആർക്കാണ് പ്രതീക്ഷ നൽകുന്നത് എന്നതിൽ ഒരേ സമയം വലിയ ആകാംക്ഷയും ആശയക്കുഴപ്പവും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഈ ആവേശ തിരമാലയിൽ ആരുടെ പ്രതീക്ഷകളാണ് കടലെടുക്കാൻ പോകുന്നതെന്നറിയാൻ ഒരു ദിവസം കൂടി കാത്തിരുന്നേ പറ്റൂ. ഇത്രയേറെ എക്സിറ്റ് പോളുകൾ എതിരായി വന്നിട്ടും മഹാഗഠബന്ധൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മറുഭാഗത്ത് നിതീഷിന്റെ JDU വലിയ ജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. തങ്ങൾ തന്നെ സർക്കാർ രൂപീകരിക്കുമെന്നും നിതീഷ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുമെന്നും അവർ പറയുന്നു. എന്തായാലും നമുക്ക് ഇത്തവണത്തെ വോട്ടിങ്ങിലെ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോളിംഗ് ശതമാനം തന്നെയാണിത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ 67% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 1951 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണിത്. അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം 71.6% പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാരുടേത് 62.8. സ്വാഭാവികമായും പുരുഷന്മാരിൽ പലരും തൊഴിൽ സംബന്ധമായി സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ വോട്ടിംഗ് സമയത്ത് എത്തി വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ സ്ത്രീ വോട്ടർമാരിൽ 72% പോളിംഗ് ബൂത്തിൽ എത്തിയെന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരു വർഷം മുൻപ് മാത്രം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് ശതമാനം 56.19, സ്ത്രീകളുടേത് 59.39 2020 നടന്ന ഇതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 57.05%. എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്രയും കനത്ത പോളിംഗ് നടന്നത്? അതിന്റെ സൂചന എന്താണ്? പ്രത്യേകിച്ചും രണ്ടാം ഘട്ടത്തിൽ ഇത്രമാത്രം ഒരു പോളിംഗ് കൊടുങ്കാറ്റ് സംഭവിക്കാൻ കാരണം എന്താണ്? ഇത് നിലവിലെ സർക്കാർ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച പ്രത്യേക പദ്ധതികൾ കാരണം സ്ത്രീകൾ ഒന്നടങ്കം വന്ന് വോട്ട് ചെയ്തതാണോ? അതോ 20 വർഷത്തോളമായി തുടരുന്ന നിതീഷ് കുമാറിന്റെ ഭരണത്തിനു ശേഷം ബീഹാർ പിന്നോക്കമായി നിൽക്കുന്നതിനാൽ സർക്കാരിനെതിരായ പ്രതിഷേധം ആഞ്ഞടിച്ചതാണോ? അതോ വോട്ട് ചോരി വിഷയത്തിലെ ആശങ്കയിൽ ജനങ്ങളെല്ലാം തങ്ങളുടെ വോട്ട് നിർബന്ധമായും ചെയ്തിരിക്കണമെന്ന തീരുമാനത്തിലെത്തിയതാണോ? സാധാരണ നിലയിൽ ഭരണ അനുകൂല തരംഗങ്ങളിൽ വോട്ടിംഗ് കുറയുന്ന പ്രവണതയാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഭരണത്തിനെതിരായ ഒരു വികാരം ഉണ്ടാകുമ്പോഴാണ് പോളിംഗ് ശതമാനം വളരെയധികം ഉയരാറുള്ളത്. ആ മുൻ അനുഭവങ്ങൾ നോക്കിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് എന്നത് കോൺഗ്രസിനും തേജസ്വി യാദവിനും പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. എക്സിറ്റ് പോളുകൾ മറിച്ചാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. എക്സിറ്റ് പോളുകളെ അതേപോലെ ആരെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ എത്ര തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോളുകൾ ശരിയായിട്ടുണ്ട്? അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോളുകൾ അമ്പേ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾക്കപ്പുറം മറ്റ് മുൻകാല പ്രവണതകളെയും സ്ഥിതിവിവര കണക്കുകളെയും മാത്രമാണ് നമുക്ക് ആധികാരികമായി എടുക്കാൻ കഴിയുന്നത്. അതുപ്രകാരം നോക്കുമ്പോൾ കൂടിയ വോട്ടിംഗ് ശതമാനം ഇന്ത്യ മുന്നണിയുടെ മഹാഗഠബന്ധന് ഗുണകരമാവേണ്ടതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിലും ഭരണത്തിലേറാനുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതാണ്. സ്ത്രീകൾക്ക് 10,000 രൂപ നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിച്ചത് എന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. മുൻപ് മധ്യപ്രദേശിൽ ഉണ്ടായതിന് സമാനമായ സംഭവമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 20 വർഷത്തോളം ഭരിച്ച ശിവരാജ് സിംഗ് ചൗഹാന്റെ ലാഡലി ബെഹന യോജന മധ്യപ്രദേശിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിരുന്നു. 2023 നടന്ന മധ്യപ്രദേശ് വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 77 ആയിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഒരു വസ്തുത അവർ മറച്ചു പിടിക്കുകയാണ്. മധ്യപ്രദേശിൽ 2018 76% പോളിംഗ് ഉണ്ടായിരുന്നുവെന്നും ശരാശരി 75% പോളിംഗ് എവിടെ എല്ലാ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നതും. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിനെ ബീഹാറുമായി താരതമ്യം ചെയ്യുന്നത് യുക്തിപരമാകില്ല.